ദുരിതപർവങ്ങളേറുന്ന കർഷകൻ പതിരുതിരയുന്നു, പതിയേയുണരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഒരു വോട്ട് അന്നം നൽകുന്ന ഉശിരുള്ള ഒരു കർഷക പോരാളിക്ക് നൽകൂ. നമ്മുടെ നാടിന്റെ വികസനത്തിൽ പങ്കാളിയാകൂ. നാട് കട്ടുമുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുകള്ളന്മാരെയും സ്ത്രീ പീഡകരെയും അഴിമതിക്കാരെയും ഖജനാവ് കൊള്ളക്കാരെയും ഇനിയും നമ്മൾ നിയമസഭയിലേക്ക് അയക്കണോ? ചിന്തിക്കൂ, പ്രതികരിക്കൂ. പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം തെങ്ങിൻ തോട്ടം. നമ്മുടെ സ്ഥാനാർത്ഥി രഘു മാത്തൂർ. വിളകളിൽ നോക്കി മിഴി നിറഞ്ഞു, ചിതയൊരുക്കി അതിൽ സ്വയമെരിഞ്ഞു. കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രകടന പത്രികയിൽ ഉറപ്പു നൽകാത്ത കർഷകദ്രോഹികളും കർഷക വഞ്ചകരുമായ LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളെയും ബാലറ്റിലൂടെ പരാജയപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക. മണ്ണിൽ നിന്നും ജനിച്ചവർ കർഷകർ, മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകർ, മണ്ണടരിൽ ലയിച്ചു തീരും വരെ മണ്ണിനായി പൊരുതി മരിച്ചിടും. നെല്ലു സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, കർഷക വായ്പാ കടക്കെണിയിൽ നിന്നും കരകയറ്റുന്നതിന് നടപടിയെടുക്കാത്ത, ഭൂനിയമങ്ങളുടെ നിയമക്കുരുക്കിന് പരിഹാരം കാണാത്ത, കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, PRS വായ്പയിലൂടെ നെൽകർഷകരെ ചൂഷണം ചെയ്യുന്ന സർക്കാരുകൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്ത കർഷക ദ്രോഹികളും കർഷക വഞ്ചകരുമായ LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളെയും ബാലറ്റിലൂടെ പരാജയപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിയമത്തിനണ കെട്ടി ഭരണകൂടം തീർത്ത വരളുന്ന പാടത്തിലവർ നട്ടു സമരം. നമ്മുടെ നാടിന്റെ നിലവിലെ അവസ്ഥയിൽ മനം നൊന്ത് നോട്ടയ്ക്ക് വോട്ട് നൽകുന്ന വോട്ടർമാരെ, ആ വോട്ടുകൾ പാഴാക്കരുത്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ? കർഷകദ്രോഹികൾക്ക് വോട്ട് കൊടുക്കണോ? ഒന്ന് ചിന്തിക്കൂ. പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം തെങ്ങിൻ തോട്ടം. നമ്മുടെ സ്ഥാനാർത്ഥി രഘു മാത്തൂർ. അതിജീവനത്തിന്റെ വേരുകൾ ഇന്ത്യ തൻ ഹൃദയത്തിലാഴ്ന്നൊരു സമരം. മാറി മാറി കേരളം ഭരിച്ച് കേരളത്തെ കുട്ടിച്ചോറും മട്ടത്തെങ്ങുമാക്കിയ ഇടതു വലതു മുന്നണികളെ തൂത്തറിയാൻ, നാടിനെ കട്ടുമുടിച്ച് ഖജനാവ് കാലിയാക്കിയ കോമാളികളായ രാഷ്ട്രീയ മുന്നണികളെ നേർവഴിക്ക് നയിക്കാൻ ഒരു കർഷകന്റെ ഉശിരൻ ശബ്ദം, നാടിന്റെ ശബ്ദം, നമ്മുടെ ശബ്ദം. കേരളത്തിലെ കർഷകർക്ക് നെല്ല് സംഭരണത്തിന്റെ പണം കൊടുക്കാതെ കർഷകരെ ദ്രോഹിച്ച ഇടതു സർക്കാരിന്റെ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധമായിരിക്കട്ടെ ഈ തിരഞ്ഞെടുപ്പ്. പ്രിയമുള്ളവരെ, പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കൂട്ടുകൃഷി ചെയ്യാം കുത്തകയ്ക്കൊപ്പം, കൂട്ടുതെറ്റിയാൽ കോടതി പാടില്ല. വിത്തവർ നൽകും വിളയിച്ചിടേണം, വിപണിയിൽ അതിനവർ വിലയിട്ടു നൽകും. കർഷകദ്രോഹം നടത്തുന്ന നോക്കുകുത്തികളായ കേന്ദ്ര കേരള സർക്കാരുകൾക്കും എതിരെ കേരളത്തിൽ കർഷക സമരം നടക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ പിന്തുണയ്ക്കാത്ത UDF-നെതിരെയും വിധി എഴുതേണ്ടതുണ്ട്. വാ തുറന്നാൽ വാ തോരാതെ വാചക കസർത്ത് നടത്തുന്ന കർഷക ദ്രോഹികളായ 3 കപട രാഷ്ട്രീയ മുന്നണികളെയും തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക. പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം തെങ്ങിൻ തോട്ടം. നമ്മുടെ സ്ഥാനാർത്ഥി രഘു മാത്തൂർ. മിച്ചമെന്തെന്ന ചോദ്യവുമില്ല, ന്യായവിലയില്ല, താങ്ങുവിലയില്ല, താങ്ങു നൽകുവാൻ സംഭരണമില്ല, ന്യായമായി നാടിനി വിതരണവുമില്ല. കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സമരം നടന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും പോഷക സംഘടനകളും എവിടെയായിരുന്നു? പ്രിയമുള്ളവരെ, പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സമരം നടത്തിയപ്പോൾ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ നുനഞ്ഞുകൊണ്ട് കർഷക സമരത്തിനെതിരെ മുഖം തിരിഞ്ഞു നിന്ന രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും പോഷക സംഘടനകളും എന്തെടുക്കുകയായിരുന്നു? ദുരിതപർവങ്ങളേറുന്ന കർഷകൻ പതിരുതിരയുന്നു, പതിയേയുണരുന്നു. മണ്ണിൽ നിന്നും ജനിച്ചവർ കർഷകർ,
മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകർ മണ്ണടരിൽ ലയിച്ചു തീരും വരെ മണ്ണിനായി പൊരുതി മരിച്ചിടും. മണ്ണിൽ നിന്നും ജനിച്ചവർ കർഷകർ, മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകർ മണ്ണടരിൽ ലയിച്ചു തീരും വരെ മണ്ണിനായി പൊരുതി മരിച്ചിടും. നിയമത്തിനണ കെട്ടി ഭരണകൂടം തീർത്ത വരളുന്ന പാടത്തിലവർ നട്ടു സമരം. നിയമത്തിനണ കെട്ടി ഭരണകൂടം തീർത്ത വരളുന്ന പാടത്തിലവർ നട്ടു സമരം. അതിജീവനത്തിന്റെ വേരുകൾ ഇന്ത്യതൻ ഹൃദയത്തിലാഴ്ന്നൊരു സമരം. ഇത് മണ്ണ് തൊടുന്നൊരു സമരം, വിണ്ണിലേക്കുയരുന്ന സമരം. ഇത് മണ്ണ് തൊടുന്നൊരു സമരം, വിണ്ണിലേക്കുയരുന്ന സമരം. സമരം ഒരു മരം, ഇന്ത്യയിൽ അതിരുകൾ ഭേദിച്ചു പടരും. സമരം ഒരു മരം, ഇന്ത്യയിൽ അതിരുകൾ ഭേദിച്ചു പടരും.